നമ്മളെല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയായിരുന്നു. നിമിഷ പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വധശിക്ഷയ്ക്ക് വിധിച്ച വിധിയിൽ നിന്നും മാറ്റം വരുത്തിയതായ തീരുമാനം ഉണ്ടായി എന്നൊക്കെ. അതിന് വഴിയൊരുക്കിയത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദായിരുന്നു. കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമല്ല അങ്ങനൊരു അവസരമുണ്ടായത്. ഇടപെട്ടവരുടെ ഒപ്പം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും കൂടി ചേർന്നാണ് ആ പെൺകുട്ടിയുടെ വിധിയിൽ മാറ്റമുണ്ടായത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി, അതായത് നമ്മുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വരെ ഈ കേസിൽ നിന്നും ഒഴിവായതായിരുന്നു. ആ പെൺകുട്ടിയുടെ അമ്മ പലപ്പോഴും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ പരിധി അവസാനിച്ചിരിക്കുന്നു എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. എല്ലാം കൈവിട്ടു പോയി, പ്രതീക്ഷയുടെ ഒരത്താണിയും മുന്നിലില്ലാതെ നിന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ വിഷയവുമായി ബന്ധപ്പെടുകയും അതേപോലെ യമനിലെ ആദരണീയരായ സൂഫി പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഷേഖ് ഹബീബ് ഉമർ ഇബ്നു സാലിം ബഹുമാനപ്പെട്ടവരാണ് ഈ വിഷയവുമായി മരണപ്പെട്ട ആളുടെ കുടുംബവുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇടപെട്ടത് ഒരു മനുഷ്യന് വേണ്ടിയാണ്. ഒരു മനുഷ്യ സ്ത്രീയാണ് അവർ. ഒരു മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഒരു വ്യത്യാസവുമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ. എല്ലാവരും തുല്യരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, മനുഷ്യത്വമാണ് എവിടെയും വിജയിക്കുന്നത്, വലുതും അതാണ്. മതം പിന്നീടുള്ള കാര്യമാണ്. എല്ലാവർക്കും വിശ്വാസമുണ്ട്, അതൊക്കെ നല്ലത് തന്നെയാണ്. നല്ലതിനാകണം വിശ്വാസം. തമ്മിലടിക്കുന്നതിന് വേണ്ടിയോ കലഹിക്കുന്നതിന് വേണ്ടിയോ കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയോ ഒരിക്കലും മതം അതിലേക്ക് ഒന്നും പോകാത്ത രീതിയിൽ നല്ല കാര്യങ്ങളിലേക്ക് മാത്രം മതത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഈ ലോകം വളർന്നു, സയൻസ് വളർന്നു, ടെക്നോളജി വളർന്നു, എല്ലാം വളർന്നു, സോഷ്യൽ മീഡിയ വളർന്നു. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉള്ള കാലമാണ്. എല്ലാം വളർന്നു കഴിഞ്ഞു. അതിനോടൊപ്പം വളർന്ന ഒരു കാര്യമാണ് റേസിസം അല്ലെങ്കിൽ കമ്മ്യൂണലിസം. എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചയായ മലയാളം വർഗീയതയാണ്. എൻ്റെ നിഘണ്ടുവിലില്ലാത്ത ഒരു വാക്കാണത്. അത് അങ്ങനെ പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ റേസിസം എന്ന വാക്കും അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം. കാരണം ആ ഒരു വിഷയം നമ്മുടെ ഇടയിലില്ല. എല്ലാവരും നമുക്ക് തുല്യരാണ്, ഒരുപോലെയാണ്. ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ സംഭവങ്ങളിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്ന് പറയുന്നത്, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായ പാഠം എന്ന് പറയുന്നത്, മതമല്ല വലുത്, മനുഷ്യത്വമാണ്. മതത്തിന്റെ പേരിൽ തമ്മിലടിക്കാനും മനുഷ്യന് സമയമുണ്ട്. പക്ഷേ മനുഷ്യത്വം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് സത്യം. ഒരിക്കലും മതം എന്നതിനെ വളർത്തി ഭീകരവാദത്തിലോട്ടോ തീവ്രവാദത്തിലോട്ടോ എത്തിക്കാതെ മിതവാദത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യത്വം വളർത്തി നമ്മുടെ മക്കളിലും മനുഷ്യത്വം പകർന്നു കൊടുത്ത് അവരെയും നല്ല നാളത്തെ പൗരന്മാരാക്കി വളർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. അത് ഭംഗിയായി നിർവഹിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും സൗഹാർദ്ദത്തോടെ ഉള്ള ഒരു നാളുകളാകട്ടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്ന് ആശംസിക്കുന്നു. ഈ മതം കൊണ്ട് അതിർവരമ്പുകൾ സൃഷ്ടിച്ച ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ഹൈന്ദവ സഹോദരിയായ നിമിഷപ്രിയ എന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു മുസ്ലിം മതപണ്ഡിതൻ ഇടപെട്ടു എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ മതവെറിയുടെ കാലഘട്ടത്തിൽ, ഇസ്ലാമിക ഫോബിയ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ, കള്ളവും ചതിയും നിറഞ്ഞതായ ചരിത്രങ്ങൾ ഇസ്ലാമിൻ്റെ മേൽ കെട്ടിവെക്കുന്ന കാലഘട്ടത്തിൽ ആത്മീയ പരമോന്നത മേഖലയിൽ വിരാജിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിൽ ഇടപെടുകയും ആ ഇടപെടൽ ബലവത്തായ രൂപത്തിലോട്ട് മാറുകയും ആ പെൺകുട്ടിക്ക് കുറച്ചു നാളുകൂടെ ജീവിക്കാനുള്ള അവസരം പടച്ച റബ്ബ് നൽകുകയും ചെയ്തു.
എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് മോചനം കിട്ടട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന നമ്മുടെ കുട്ടികളുടെ തലമുറയിൽ അവരെ പഠിപ്പിക്കേണ്ടത് മതമല്ല ശരിക്കും മനുഷ്യന് വേണ്ടത്, മനുഷ്യത്വമാണ്, നന്മയാണ്. അവരിൽ നന്മ വളർത്തിയെടുക്കുക. നന്മ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള മതപണ്ഡിതന്മാരെ റോൾ മോഡലാക്കുകയല്ലേ വേണ്ടത്. ഈ മതപണ്ഡിതന്മാരെ കാണിച്ചു കൊടുത്ത് റോൾ മോഡലാക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമുക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന് മതപരമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസം രണ്ടും കൂടി നൽകണം. ഈ മതപരമായ വിദ്യാഭ്യാസം നമ്മളൊരു കുഞ്ഞിന് നൽകുമ്പോൾ ആ കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. അതിനൊരു ഹദീസിൻ്റെ പിൻബലമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഹമു മംഫിൽ അർള് യർഹമുക്കും മംഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്തു കഴിഞ്ഞാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു താല നിങ്ങൾക്കും കരുണ ചെയ്യും. അപ്പോൾ കരുണ എന്ന് പറയുന്ന ആ അത്ഭുതം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ആത്മീയ വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ ആത്മീയ വെളിച്ചം നമുക്ക് കിട്ടണമെങ്കിൽ അതിന് മതവിദ്യാഭ്യാസം വേണം. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ, അവർ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കാനും അതിലെ ആപ്തവാക്യങ്ങൾ ഉൾക്കൊള്ളാനും അവർ വിശ്വസിക്കുന്ന മതത്തിലെ ആചാര്യന്മാരാവട്ടെ, ഉസ്താദുമാരാവട്ടെ, പള്ളി വികാരികളാവട്ടെ, അവരെയൊക്കെ അനുധാവനം ചെയ്യാനും അവരുടെ വാക്കുകൾ കേൾക്കാനും ശ്രമിച്ചാൽ മാത്രമേ ഇനി വരുന്ന തലമുറയിലെ മക്കൾക്ക് ഒരു ഉന്നതമായ ജീവിത ചുറ്റുപാടുണ്ടാവുകയുള്ളൂ. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു ചരിത്രമാണ് ഓർമ്മ വരുന്നത്. ആ ചരിത്രം ചുരുക്കി പറയാം. ഖലീഫ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് 3 ചെറുപ്പക്കാർ ഒരു വ്യക്തിയെയും കൂട്ടി ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ വന്നു. എന്നിട്ട് പരാതി പറഞ്ഞു, ഈ വ്യക്തി ഞങ്ങളുടെ പിതാവിനെ വധിച്ചയാളാണ്, ഇദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് ഖലീഫയോട് ആവശ്യപ്പെട്ടപ്പോൾ ഖലീഫ തങ്ങൾ ബഹുമാനപ്പെട്ടവർ ആ പ്രതിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായിട്ട് ആഗ്രഹമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബക്കാരെ ഒന്ന് പോയി കാണണം, എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച വിവരം എനിക്കെന്ന് അവരെ അറിയിക്കണമെന്ന് പറഞ്ഞു. ഒരു 3 ദിവസത്തെ കാലാവധി എനിക്ക് വേണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രതിയോട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ കുടുംബത്തിലോട്ട് മടങ്ങിപ്പോകണമെങ്കിൽ നിങ്ങൾക്ക് പകരമായ ഒരാളെ എനിക്കിവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. അങ്ങനെ സദസ്സിലോട്ട് ഇങ്ങനെ നോക്കി, നിങ്ങളിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന് പകരമായിട്ട് എൻ്റെ അടുക്കൽ നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സദസ്സ് അങ്ങ് നിശബ്ദമാകുകയും ഒരു പ്രായമായ മനുഷ്യൻ, അതായത് അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ ഏറ്റവും പ്രായമുള്ള അബൂദർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് പകരമായി ഇവിടെ നിന്നോളാം, അദ്ദേഹത്തെ വീട്ടിലോട്ട് പറഞ്ഞയക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. വിധി നടപ്പാക്കേണ്ട ദിവസം അടുത്തുകൊണ്ടിരിക്കുന്നു. പ്രതിയായ മനുഷ്യൻ കുടുംബത്തിലോട്ട് പോയിട്ട് തിരികെ വന്നതുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കൊലക്കയറിലോട്ട് കൊണ്ടുപോവുകയാണ് വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇങ്ങനെ ഭയങ്കര വിഷമത്തിലും വേദനയിലും, ഒരു പാവപ്പെട്ട ഒരു തെറ്റുപോലും ചെയ്യാത്ത അബൂദർ റളിയല്ലാഹു അൻഹു ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ പോവുകയാണെന്നുള്ള അവലാതിയിലും വേവലാതിയിലും സഹാബക്കൾ ഇങ്ങനെ വിഷമിച്ചിരുന്ന സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഓടി വരുന്നു. ആ ഓടി വരുന്ന മനുഷ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ആ പ്രതിയാണ്. കുടുംബത്തിലോട്ട് മടങ്ങിപ്പോയി വരാമെന്ന് പറഞ്ഞ പ്രതിയായിരുന്നു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് ഇത്ര താമസിച്ചത് എന്താണെന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ചെറിയ രോഗം ബാധിച്ചു, ആ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വരാൻ താമസിച്ചത്, എന്നെ തൂക്കിലേറ്റു എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആ പ്രതിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാഹചര്യമുണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ല? ആ പ്രതി പറഞ്ഞ മറുപടി, എന്നെ വിശ്വസിച്ച ഒരാൾ നിങ്ങളുടെ അടുക്കലുണ്ട്, അദ്ദേഹത്തെ ചതിക്കാൻ എന്നെ കൊണ്ടാവില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ തിരിഞ്ഞത് സയ്യിദുന അബൂദർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്കായിരുന്നു. അബൂദർറെ, നിങ്ങൾക്ക് ഇദ്ദേഹത്തിന് പകരമായി ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിച്ച വസ്തുത എന്തെന്നാണ് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, മനുഷ്യർക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സമയത്ത് അതിനെ പകരമാവുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ഇത് കേൾക്കേണ്ട താമസം ആ സദസ്സിലുണ്ടായിരുന്ന ഈ പ്രതിയെയും കൊണ്ട് തൂക്കിലേറ്റാൻ വേണ്ടി ആവശ്യപ്പെട്ടു വന്നതായ ആ 3 മക്കളിൽ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ പ്രതിക്ക് മാപ്പ് നൽകുന്നു എന്ന്. ഈ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരാൾ മരണപ്പെടുമ്പോൾ ആ കുടുംബം മാപ്പ് നൽകാൻ അവർക്കൊരു മനസ്സുണ്ട് എങ്കിൽ ആ കൊല ചെയ്ത വ്യക്തിയെ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ ഈ നിമിഷപ്രിയയുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും യമനിലെ സൂഫി പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ തണലിൽ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും ജീവിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദ്.